മലപ്പുറം മഞ്ചേരിയിൽ നടക്കുന്ന സുബ്രതോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കാൻ വൈകി. രാവിലെ 8 മണിക്കാണ് ഈ മത്സരങ്ങൾ തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷേ ടീമുകളൊക്കെ എത്തുമ്പോൾ ഗ്രൗണ്ടിലെ പുല്ല് വെട്ടൽ പുരോഗമിക്കുകയായിരുന്നു. പിന്നാലെ മറ്റൊരു ഗ്രൗണ്ടിലേക്ക് മത്സരം മാറ്റി. മെസ്സി വരുന്നതിന് പകരം മികച്ചൊരു ഗ്രൗണ്ടെങ്കിലും നൽകൂ എന്നാണ് യുവതാരങ്ങൾ പറയുന്നത്. രാജ്യത്തെ തന്നെ സ്കൂൾ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിൽ ഒന്നാണ് സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ്. ആ ടൂർണമെന്റിന് വേദിയായ മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിന്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്കൊന്ന് പോകാം. 8 മണിക്കായിരുന്നു മത്സരം നിശ്ചയിച്ചിരുന്നത്. ഇപ്പോഴും ഗ്രൗണ്ടിലെ പുല്ലുവെട്ടലും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിന് വേണ്ട മറ്റൊരു ക്രമീകരണങ്ങളും ലൈൻ ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. ഒടുവിൽ മത്സരം മറ്റൊരു ഗ്രൗണ്ടിലേക്ക് മാറ്റി നിശ്ചയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ വന്ന് തയ്യാറെടുത്ത വിദ്യാർത്ഥികളും ഈ താരങ്ങളുടെയൊക്കെ ഒരു ദുരവസ്ഥ തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് കൃത്യമായ ഒരു ക്രമീകരണം നടത്തിയിരുന്നോ എന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ ബാക്കിയാണ്. ഇന്നലെ പെയ്ത മഴയൊക്കെയാണ് അധികൃതർ കാരണമായി പറയുന്നത്. എങ്കിൽ പോലും ഒരു ദേശീയ തലത്തിലുള്ള ഒരു ടൂർണമെൻറ്റ് നടക്കുമ്പോൾ ഇങ്ങനെയാണോ ഉണ്ടാകേണ്ടത് എന്ന ചോദ്യം തന്നെയാണ് ഫുട്ബോൾ താരങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങളെ 7:30 പറഞ്ഞിട്ട് അവിടെ എത്തിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഇത് ഒന്നുമില്ല. അതായത് ഇവർ ഒന്നിനും പ്രിപ്പറേഷൻ ആയിട്ടില്ല. അത് ഗ്രൗണ്ടിൻ്റെ അവസ്ഥ തന്നെ ഒരു 9 മണി ആകുമ്പോഴാണ് ഇവിടെ ഇവർ ബ്ലേഡ് വെക്കണേ തന്നെ. പിന്നെ ഞങ്ങൾ വന്ന് കുറേ നേരം കാത്തുക്കണം. ഇനിയിപ്പോൾ ഗ്രൗണ്ട് മാറ്റണമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകണം. യാത്ര ചെയ്ത് വന്ന് വെറുതെ കുറേ ഒരു 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. മെസ്സിനൊക്കെ കൊണ്ടുവരാണ്ടില്ല ഇങ്ങനെ നമ്മൾ ആ പൈസ കൊണ്ട് ഇവിടെ സ്റ്റേഡിയം പണിയാ എന്നിട്ട് നമുക്ക് നല്ല കോച്ചിങ് ഒക്കെ തരിക. അതാണ് വേണ്ടി. അല്ല വലിയ മെസ്സിനെ കൊടുത്തിട്ട് വലിയൊന്നും ആവില്ല നമ്മളെ ഇന്ത്യ തന്നെ. പുല്ലുപൊടി വെട്ടിയിട്ട് എത്ര നേരം വന്നിട്ട് രാവിലെ വന്നിക്കണേ 8 മണിയൊക്കെ ആയപ്പോൾ വന്നിക്കണേ. ഫുഡും കൂടി കഴിച്ചിട്ട് രാവിലെ ഫുഡ് കഴിക്കാതെ വന്നത്. ഇപ്പോൾ 12 മണി ആവാനായി. ഇപ്പോൾ ഒരു കളി പോലും നടന്നിട്ട് 8 മണിക്കാണ് കളി പോലും നടന്നിട്ട്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. മെസ്സി വന്നില്ലെങ്കിൽ ആ പണം ഇവിടുത്തെ ഗ്രൗണ്ടുകൾക്കായി ചിലവഴിക്കാമെന്നാണ്. ജില്ലയിലെ തന്നെ പ്രധാന മത്സരങ്ങളും ടൂർണമെൻറ്റുകളും നടക്കുന്ന ഒരു ഗ്രൗണ്ടിൻ്റെ സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. കുട്ടികൾ തന്നെ അത് ചോദ്യമായി മുന്നോട്ടേക്ക് ഉയർത്തുകയുമാണ്. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.